5 രൂപ പോലില്ല, 3500 4000 എങ്ങാണ്ടുള്ളായിരുന്നു ആ വീടിന് വാടക. ഇപ്പൊ രേണു എത്ര രൂപ, അല്ലെങ്കിൽ ഇപ്പൊ രേണുവിന്റെ കുടുംബം മൊത്തത്തിൽ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു മാസം എത്ര രൂപ ചെലവുണ്ട്? എനിക്ക് എന്നോട് സത്യം പറഞ്ഞില്ല, ഇപ്പോഴും ഹരിക്കാനും കുണിക്കാനും അറിയത്തില്ല. എനിക്ക് ഉള്ള കാര്യം കണക്ക് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ചിലപ്പോ എനിക്ക് അറിയില്ലടാ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനല്ല വീട്ടു കാര്യങ്ങൾ നോക്കുന്ന ഞാനല്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ പൈസ കൊടുക്കും. അതായത് ഇപ്പം വീട്ടിലെ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പൈസ കൊടുക്കുന്നല്ലാതെ അതായത് ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്. പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. ഫയർ അല്ലാണ്ട് എന്താ പറയാ, രേണുസുതിയുടെ പ്രതികരണമൊക്കെ കണ്ടില്ലേ, ഭയങ്കര തെറിയാണ്. ഇപ്പൊ കുറച്ചായിട്ട് രേണുവിന് ഭയങ്കര കലിപ്പാണ് കേട്ടോ. ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വായിൽ നിന്ന് തെറി മാത്രമേ വരത്തുള്ളൂ. അതായത് ചില സത്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ അത് കണ്ട് പ്രതികരിക്കാനാവാതെ ഈ ഒരു രീതിയിലൊക്കെ അങ്ങ് സ്വയമായിട്ട് അങ്ങ് പ്രതികരിക്കുക. മറ്റുള്ള ആൾക്കാരോട് ചില കമന്റ് എടുത്ത് വെച്ച് തെറി പറയുന്നു, അല്ലെങ്കിൽ നിസാര കാര്യങ്ങൾക്കൊക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. ഭയങ്കര കലിപ്പെന്ന് വെച്ചാൽ ഭയങ്കര കലിപ്പ്. അതായത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഷെഫീന ബീവി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണുസുതിയുടെ കുറെ കള്ളക്കഥകളെല്ലാം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇവര് ദുബായിൽ പോയിട്ട് കാണിച്ചു കൂട്ടുന്ന എന്താണ്, ദുബായിൽ പോയി കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളൊക്കെ പച്ചയ്ക്ക് തുറന്ന് പറയും. അവരുടെ ചാനലിലൂടെ അതിന്റെ തെളിവുകൾ സഹിതം അവർ പുറത്ത് വിടുകയും ചെയ്തു. അതിന്റെ ഒരു കലിപ്പ് ആൾക്ക് നന്നായിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ ഇതുവരെ രേണുസുതി പ്രതികരിച്ചിട്ടില്ല. അതായത് സംഭവം വേറൊന്നുമല്ല, അതിൽ പ്രതികരിക്കാൻ പോയാൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് സ്വയമേ അറിയാവുന്നത് കൊണ്ടായിരിക്കണം ആൾ ആ ഒരു വിഷയത്തിൽ മാത്രം പ്രതികരിക്കുന്നില്ല കേട്ടോ. അപ്പോ ഇതുപോലുള്ള നിസാര കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും കമന്റ് ഒക്കെ ഇടുവാണെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് തെറി പറയുകയാണ്. എന്താ അല്ലേ? എന്തായാലും ആള് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. നമ്മൾ രേണുസുതി ആദ്യമായിട്ട് കാണുന്നത് കൊല്ലം സുതി അവരെ ഫ്ലവേഴ്സിന്റെ ആ ഒരു പരിപാടിയിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട്, അത് സ്വാഭാവികമാണല്ലേ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ എല്ലാവർക്കും അവരോട് സ്നേഹവും സഹതാപവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മരിച്ചതിന് ശേഷം ഇവരുടെ ചില പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ഓവർ ആക്ടിങ് ഉള്ളതായിട്ട് തോന്നി. പിന്നീട് അങ്ങോട്ട് ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് സജീവമാകുന്നു. പിന്നീട് അവർ അങ്ങോട്ട് കാണിച്ചു കൂട്ടിയത് റീച്ചിന് വേണ്ടിയിട്ട്, അതും നെഗറ്റീവ് റീച്ചിലൂടെ ഇവര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും എവിടെ നോക്കിയാലും ഇവരെ കുറിച്ചുള്ള ചർച്ചാ വിഷയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ ബിഗ് ബോസിൽ എത്തുന്നു. ബിഗ് ബോസിൽ നിന്ന് അവർ പുറത്തു വരുന്നു. പിന്നീട് അവർ ദുബായിൽ പോകുന്നു, ബാർ ഡാൻസ് കളിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അഴിഞ്ഞാടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ഇവരെ കുറിച്ചിട്ട് നമ്മുടെ ശാന്തിവിള ദിനേശ് ആ പുള്ളിക്കാരന്റെ ചാനലിലൂടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെന്താണ് ദുബായിൽ പോയി കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ശാന്തിവിള ദിനേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും ശാന്തിവിളയെ പോയി തെറിവിളിക്കുകയും ഒക്കെ പറഞ്ഞു. ഇപ്പോ ഷെഫീന ബീവിയുടെ ചാനൽ വഴി അവരും അത് തന്നെയല്ലേ പറയുന്നത്. അതായത് ദുബായിലുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്, ഇവള് ദുബായ് ബാറിൽ പോയി ബാർ ഡാൻസ് കളിക്കുകയും അവിടെ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ, അഴിഞ്ഞാട്ടങ്ങൾ എന്തൊക്കെയാണ് ഇവൾ അവിടെ പോയി ചെയ്യുന്നത് എന്നുള്ളത് തെളിവ് സഹിതം പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴും ഇവളെ താങ്ങുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവളെ താങ്ങുന്നവരെല്ലാം ഇവളെ പോലെ ജീവിക്കുന്നവരായിരിക്കണം. കൊടുത്തും കള്ളക്കടത്തും നടത്തിയൊക്കെ ജീവിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക. ഇവളതൊക്കെ ചെയ്തിട്ട് അതിന് പുറമെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടെ തുടങ്ങി. എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അതായത് ഓരോ ആൾക്കാരും 399 രൂപ വെച്ചോ അല്ലെ 149 രൂപ വെച്ചിട്ടോ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു. എന്നിട്ട് അതിലൂടെ ഇവളുടെ ഹോട്ടായിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, ലൈവുകൾ ഇതെല്ലാം ഇവള് ഷെയർ ചെയ്യും. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്വന്തം ശരീരം തന്നെ ഒരു വിൽപ്പന ചരക്കാക്കി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു. എന്നിട്ട് അതിലെ ന്യായീകരണം, അവൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്, മറ്റതല്ലേ മറിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളെ പിന്നെ നമ്മൾ എങ്ങനെ ചീത്ത പറയാതിരിക്കും, അല്ലെ എങ്ങനെ ഇവൾക്കെതിരെ നമ്മൾ പ്രതികരിക്കാതിരിക്കും? ഇവളെന്ന് ഒതുങ്ങുന്നോ അന്ന് നമ്മൾ ഇവളെ കുറിച്ചിട്ടുള്ള ഈ ഒരു പ്രതികരണം നിർത്തും. ഇവൾ എന്ന് ഒതുങ്ങുന്നോ അന്ന് നമ്മളും ഇത് നിർത്തും. അല്ലാത്ത പക്ഷെ ഇവൾ ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടിയാൽ പ്രതികരിക്കും. ഇവളുടെ അഴിഞ്ഞാട്ടം കൂടി പോയിട്ട് അവസാനം ഫേസ്ബുക്ക് ഒക്കെ പൂട്ടിപ്പോയി. ഇനി ഇൻസ്റ്റഗ്രാം കൂടെ പൂട്ടാനുള്ളൂ. ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. അത് അതിലും ഡാനിസത്തിനുമാണെന്നാണ് രേണുവിന്റെ ചില കൂട്ടാളികളും പറയുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്കറിയില്ല. പക്ഷെ ഫേസ്ബുക്കിനെക്കാട്ടി മുന്നേ പോകേണ്ടത് ഇൻസ്റ്റഗ്രാം ആയിരുന്നു. കാരണം ഇൻസ്റ്റഗ്രാമിലാണല്ലോ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയും അപരാധങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അതായിരുന്നു ആദ്യം പൂട്ടിപ്പോവേണ്ടത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും അത് ഹാക്ക് ചെയ്യുമായിരിക്കും എന്ന്
വിശ്വസിക്കുന്നു. കാരണം ഇവളുടെ ഈ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റഗ്രാമിലാണേലും നല്ലോണം ആൾക്കാർ റിപ്പോർട്ട് അടിക്കുന്നുണ്ട്. കാരണം അവളുടെ ഈ അപരാധം കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. പിന്നെ ഇവക്ക് കുറച്ചൊരു റീച്ച് കുറഞ്ഞു പോകുമ്പോൾ ഇവളുടെ മെയിൻ പരിപാടിയാണ് ഒന്നല്ലെങ്കിൽ കൊച്ചിനെ, അതായത് ഋതപ്പനെ എടുത്തുകൊണ്ട് വന്നിട്ട് റീൽ ചെയ്യുക, അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ഫോട്ടോസോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് റീൽ ചെയ്യുക. അങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇന്ന് അവൾ എത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? പാട് പാട്. കടലമ്മക്കരങ്ങളെ പറ്റത്, കണ്ണീരിന്റെ മകളെ പറ്റത്, യോ കരേന്റെ പറ്റത്, കടലിന്റെ മക്കളാ കടലിന്റെ ഇങ്ങനെ ഇരിക്കുന്നു. റീച്ച് കുറയുമ്പോൾ അവൾ ഒന്നല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ടുവന്നിരുത്തി പാട്ട് പാടിക്കും, അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ഏതെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ച് എന്തെങ്കിലും ഒരു റീൽ ചെയ്യും. അതാണ് ഇവളുടെ മെയിൻ പരിപാടി. ആളുടെ റീച്ച് കുറച്ച് കുറഞ്ഞിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാന്ന് തോന്നുന്നു. കൊച്ചുമായിട്ട് വന്നിരുന്ന് അങ്ങ് പാട്ട് പാടുകയാണ്. എന്താ അല്ലേ. ഇവക്കറിയാം ഇവൾ ഇനിയും കടന്ന് ഷെഫീന ബീവിയുടെ അടുത്ത് വെല്ലുവിളിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാൻ പോയാൽ അവൾ കൂടുതൽ എന്താ പറയാ പണി എരന്നു വാങ്ങുമെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഷെഫീന ബീവി എന്ത് ഇവളെ കുറിച്ച് പറഞ്ഞാലും, എന്ത് തെളിവുകൾ പുറത്തു വിട്ടാലും ഒന്നും ഇവള് അതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നില്ല. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇത് ആദ്യം അങ്ങ് ചെയ്താൽ പോരായിരുന്നു. രേണുസുധിയെ കുറിച്ച് വീഡിയോ ചെയ്യാത്തതായിട്ട് ആരാ ഉള്ളത്? എല്ലാവരും രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ രേണു കൂടുതലായിട്ട് പ്രതികരിച്ചത് ഷെഫീന ബീവി പറയുന്ന കാര്യങ്ങളാണ് പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെ അവരുടെ ഉമ്മയ്ക്കൊക്കെ വിളിക്കുകയും അവരെ തെറിപറയൊക്കെ ചെയ്തപ്പോൾ അവര് പ്രതികരിച്ചു. ഇവളുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവര് തുനിഞ്ഞങ്ങോട്ട് ഇറങ്ങി. അതുപോലെ തന്നെ ഇവളോട് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഇവളോട് ശത്രുതയുള്ള ആൾക്കാരെല്ലാം പോയി ഷെഫീന ബീവിയുടെ അടുത്ത് കുറെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരവരുടെ ചാനലിലൂടെ അത് പുറത്തു വിടുകയും ചെയ്തു. അപ്പൊ പിന്നെ രേണു ഇനിയും അവർക്കെതിരെ വെല്ലുവിളിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും അവർ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് രേണു മനസ്സിലായത് കൊണ്ട് തന്നെ രേണു ഇപ്പൊ പ്രതികരിക്കാതിരിക്കുകയാണ്. അപ്പൊ ആളുടെ റീച്ചൊക്കെ കുറച്ച് കുറഞ്ഞു. ഫേസ്ബുക്കും പോയി. ഇനി ആകെ ഉള്ളത് ഇൻസ്റ്റഗ്രാം മാത്രമാണ്. അതിലെ ഒരു സബ്സ്ക്രിപ്ഷൻ ആണെന്ന് തോന്നുന്നു രേണു സുധിയുടെ ഒരു ഏക വരുമാന മാർഗം. അതുപോലെ തന്നെ ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഒരുപാട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. കാരണം രേണു സുധിയുടെ കൂടെ അഭിനയിക്കാനായിട്ട് ആർക്കും ധൈര്യമില്ല. അതായത് ദാസേട്ടൻ കോഴിക്കോട്, പ്രതീഷ്, ഇവരൊക്കെയാണല്ലോ രേണുവിന്റെ കൂടെ മെയിൻ ആയിട്ട് അഭിനയിച്ചിരുന്ന നായകന്മാര്. പക്ഷെ ഇപ്പൊ അവരാരും വരുന്നില്ല. കാരണം അവർക്കൊക്കെ അവരുടെ കുടുംബത്തിന് വില കൽപ്പിക്കുന്നവരാണ്. ഇവളുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബം തകർന്നു പോകും. ദാസേട്ടൻ കോഴിക്കോടിന്റെ ആയിക്കോട്ടെ, പ്രതീഷിന്റെ ആയിക്കോട്ടെ, അവരൊന്നും ഇപ്പൊ ഇവളുടെ കൂടെ വരുന്നില്ല. എന്നിട്ട് ഇവള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും വൈറലാകാൻ രേണുസുധി വേണമായിരുന്നു. ഇപ്പൊ ആർക്കും എന്റെ കൂടെ അഭിനയിക്കാൻ പറ്റത്തില്ല, കാരണം വിവാദം ഉണ്ടാകുമെന്നോർത്ത് പേടിയാണെന്ന്. അങ്ങനെ പേടിച്ച് ഇപ്പൊ മാറി നിൽക്കുന്നത് പ്രതീഷും ദാസേട്ടൻ കോഴിക്കോടും ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. എങ്ങാലും അറിയില്ല. പിന്നെ എന്ത് വന്നാലും കുഴപ്പമില്ല, റീച്ച് മാത്രം മതി, വൈറലായാൽ മതി എന്ന് പറയുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറെ എണ്ണങ്ങളാണ് ഇപ്പൊ ഇവളുടെ കൂടെ അഭിനയിച്ച് തകർക്കുന്നത്.